Pass. ഈ ലിറിക്സ് ഒക്കെ നമ്മളോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ആർക്കായാലും പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്രാവശ്യത്തെ ഫീമെയിൽ സിംഗർക്ക് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സംഗതി, ആ ഒരു പാട്ട് ഏതാന്ന് ചോദിച്ചപ്പോ അധികം പേർക്കും അറിയില്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത്, ഇടവപ്പാതിയിലെ പാട്ടാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. നമ്മളിത് പാടിയ ആളെ തന്നെ വിളിച്ചു കൊണ്ടുവന്നാലോ? എന്തായാലും ഒരാളിപ്പോ നമ്മൾ ടൈം പാസിൽ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഒരൊറ്റ മിനിറ്റ് വിളിച്ചു നോക്കട്ടെ. ആളെ ഫോൺ നമ്പറാണ്, ആളെ അച്ഛന്റെ ഫോൺ നമ്പറാ. 2 മിനിറ്റ് പോണ്ടേ. Hello. Hello, Madhusri. Oh, hello. Congratulations. Thank you. RJ Jason from Radio Mango, Kozhikode. Oh, hi. അവാർഡൊക്കെ കിട്ടി ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ താരമായി നിൽക്കുകയാണല്ലേ? സ്കൂളിലൊക്കെ വെറും സ്റ്റാർ ആണ് ഇപ്പൊ. എന്റെ മോനെ മതിയെ. എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നോ? ഫ്രണ്ട്സ് എല്ലാരും വന്നു, എല്ലാരും എന്നെ പിടിച്ച് പൊക്കൊക്കെ ചെയ്തു. ഐഷ്, എത്ര വെയിറ്റ് ഉണ്ട്? വെയിറ്റ് പറയണോ? എന്നാലും പൊക്കിയതൊക്കെ പറയുമ്പോ നമുക്ക് ഏകദേശം പറയണ്ടേ? ചോദിച്ചോ, ഞാനും പറഞ്ഞു കുറച്ച് വെയിറ്റ് ഉണ്ട്, എങ്ങനെ പൊക്കാൻ പറ്റും ഞാൻ ചോദിച്ചു. അവരെന്നെ കൂളായിട്ട് പൊക്കിട്ടോ. അതാണ്, അത് നമുക്കൊരു സ്നേഹത്തിന്റെ, നമ്മുടെ ഒരു ആഹ്ലാദത്തിന്റെ തിരത്തള്ളിച്ചാൽ അങ്ങോട്ട് പൊങ്ങിപ്പോവും. അതെ. എങ്ങനെയുണ്ടായിരുന്നു ആ പാട്ട്? ആ പാട്ട് അമേസിംഗ് സോങ് ആണ്. ആക്ച്വലി ഒരു അഷ്ടപതിയാണ്. എനിക്ക് അഷ്ടപതി എന്ന് പറഞ്ഞാൽ മറ്റേ ധീരസവീരെ യമുന തീരെ. യെസ്, അതിന്റെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊരെണ്ണാണ് ഞാൻ സെലക്ട് ചെയ്ത് പാടിയത്. ഒന്ന് പാടാമോ? അതിന്റെ ഫസ്റ്റ് ഉറപ്പായിട്ടും എന്തായാലും. പശ്യതേ ദിശി ദിശി രഹസി ഭവന്തം സ്വദധര മധുര മധൂനി പിബന്തം നാഥരേ ജഗന്നാഥ ഹരേ സീതതി രാധാ വാസഗൃഹേ പശ്യതി ദിശി ദിശി രഹസി ഭവന്തം. അടിച്ചുപൊളി മധുശ്രീ, അടിച്ചുപൊളി അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാരി അവാർഡൊക്കെ കിട്ടുമ്പോ നമ്മളെ കണ്ണിങ്ങനെ തള്ളിപ്പോവും. അതെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു അവാർഡ് ഞാൻ ആദ്യം ഇങ്ങനെ ബോധം കെട്ട പോലെയായിരുന്നു. ഫസ്റ്റ് പറഞ്ഞതാരാ? ഫസ്റ്റ് എന്നോട് പറഞ്ഞ, ഞാൻ സ്കൂളിലായിരുന്നു ആക്ച്വലി. അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞെന്ന് വെച്ചാ ഒരു ഗ്യാങ് ടീച്ചേഴ്സ് നടന്നു വരും. ഞാൻ ചെയ്യുമ്പോ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല, എന്തായിരിക്കും അന്നേരം കരുതിയ? ഞാൻ കേട്ടെ, എന്ത് അല്ല പ്രശ്നം അങ്ങനെയല്ല, എന്ത് കുഴപ്പിക്കണേ? ഇനി ഞാൻ കുഴപ്പിക്കണില്ല. ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി നല്ല വൃത്തിക്കാണ്ട് പറഞ്ഞു തരണം. അതായത് നേരത്തെ പഠിപ്പിച്ച സംഗതി ഇല്ലേ, വൃത്തിക്ക് ജെയ്സലിന്റെ കൂടെ എന്നുള്ള സാധനം ഒന്ന് പറഞ്ഞേ. ഹായ്, ഞാൻ മധുശ്രീ, ഇപ്പൊ ജെയ്സലിന്റെ കൂടെ ടൈം പാസിൽ. ഒന്നൂടെ. ഓക്കെ. ഹായ്, ഞാൻ മധുശ്രീ, ഇപ്പൊ ജെയ്സലിന്റെ കൂടെ ടൈം പാസിൽ. പൊളിച്ച് തകർത്ത് കളഞ്ഞ്. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ Time Pass.